ഹായ് ഓൾ, അനന്തു ഫ്രം ദുബായ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റയൊക്കെ തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് അഖിലന്നാരുടെ ഭാര്യ ഒളിച്ചോടിപ്പോയി, CCTV ദൃശ്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ പെൺകുട്ടികളായിട്ടാണ് പറയുന്നത്. അതായത് നിങ്ങൾ മിക്കവരും ഈ ഒളിച്ചോടി പോകാൻ വേണ്ടി ചൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ബസ് ഡ്രൈവർമാർ അല്ലെങ്കിൽ ഓട്ടോക്കാർ, ബസ്സിലെ കിളി, അങ്ങനെയുള്ള ആൾക്കാരാണ്. ജോലിയുടെ മോശമല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ ഒളിച്ചോടി പോകുന്നതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ നിങ്ങളുടെ കാമുകൻ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള പാർട്ട്ണർ നിങ്ങൾക്ക് ഓക്കെ അല്ല എന്ന് തോന്നുന്ന ഒരു കണ്ടീഷൻ ഉള്ളതുകൊണ്ടാണല്ലോ പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയൊരു സംശയം ഇത് മാത്രമാണ്, ഈ നിങ്ങൾ ഒളിച്ചോടി പോകുന്ന വ്യക്തി ഡ്രൈവർ ആരും ആയിക്കോട്ടെ, അവർക്ക് ഒരുപാട് സമയം ബാലൻസ് ഉള്ളതുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങൾ കഴിച്ചോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത്. അല്ലാത്ത പക്ഷം ഈ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നിടത്ത് ഡോക്ടറിൻ്റെ ഒളിച്ചോടിപ്പോയി, എഞ്ചിനീയറുടെ ഒളിച്ചോടിപ്പോയി, വക്കീലിൻ്റെ ഒളിച്ചോടിപ്പോയി എന്നങ്ങനെ വാർത്ത കേൾക്കുന്നില്ല. നിങ്ങൾ നല്ലൊരു ജീവിതം തിരഞ്ഞെടുത്ത് പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നിങ്ങളെ അയാൾ നന്നായിട്ട് നോക്കും എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പോകുന്നത്. അത് എത്രത്തോളമാണ് ആ വ്യക്തി നിങ്ങളെ അംഗീകരിക്കുന്നത് നിങ്ങൾക്കറിയില്ല. ദാറ്റ് മീൻസ് ഞാൻ പറയുന്നത്, അപ്പോൾ അദ്ദേഹം നിങ്ങൾ കൂടെ പോകുന്ന വ്യക്തി നിങ്ങളെ എങ്ങനെയാണ് കണ്ടിരിക്കുന്നുള്ളത്, നിങ്ങൾ വിവാഹിതയായ സ്ത്രീയാണ്, നിങ്ങൾ വേറെ അവിടെ പോകുമ്പോൾ ആ വ്യക്തി നിങ്ങളുടെ മുൻ കാമുകനാണെങ്കിലും ഒക്കെ നമുക്ക് മനസ്സിലാവും. അല്ലാത്ത പക്ഷം അയാൾ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങളെ അയാളുടെ അടുത്തോട്ട് അടുപ്പിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഒരു ചാറ്റിങ് അല്ലെങ്കിൽ ഒരു കെയറിങ് എന്നതിന് പുറമെ ഒരു ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകുമ്പോഴേ മതിയായ കാരണങ്ങൾ നിങ്ങൾ പോകുന്ന വ്യക്തിക്കുണ്ടോ എന്നുള്ളത്, അതായത് നിങ്ങൾ ആ കുട്ടിയുടെ കൂടെ പോയാൽ നിങ്ങൾ ലൈഫ് ലോങ് അയാളുടെ കൂടെ ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ നല്ല രീതിക്ക് നോക്കുമെന്നോ നിങ്ങൾക്ക് കുറച്ചൊരു ഉറപ്പുണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ ചെയ്യുന്നത് നിങ്ങളുടെ തന്നെ ഭാവി അല്ലെങ്കിൽ ജീവിതം നശിപ്പിക്കുന്ന കാര്യം. ഇപ്പം ഈ റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം റിയാക്ഷൻ വീഡിയോ ആയിട്ടൊന്നും കാണുന്ന ഇത് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, ഈ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി തന്നെ നിങ്ങളീ പോകുന്ന പെൺകുട്ടികൾ ഇതൊന്നും മനസ്സിലാക്കുക. നിങ്ങളെ കൂടെ അയാൾ നിങ്ങളുമായിട്ടുള്ള പരിചയം ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ ഉള്ള ഒരു ചാറ്റിങ്ങോ അല്ലെങ്കിൽ നേരിൽ കണ്ടിട്ടുള്ള കുറച്ച് സമയങ്ങൾ നിങ്ങളുടെ കൂടെ സമയങ്ങൾ ചിലവഴിക്കുന്നതായിരിക്കണം. നിങ്ങളെ കല്യാണം കഴിച്ച വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അയാളുടെ സമയം, ചിലപ്പോൾ അയാൾക്ക് സമയം മാറ്റി വെക്കാൻ കിട്ടാത്തതിന് കാരണം അതിനായിരിക്കും. ഒരു വിവാഹബന്ധം വേർപെടുന്നതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് നിങ്ങൾ ആദ്യം ആ വ്യക്തിയായിട്ട് സംസാരിക്കുക, നിങ്ങളെ പാർട്ട്ണറോട് സംസാരിക്കുക. നിങ്ങളോട്ട് എനിക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരാളിലോട്ട് പോവുകയാണ് എന്നൊരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ പാർട്ട്ണർ മാറി